എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ മിക്കപ്പോഴും നാരങ്ങ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. ആ ഒരു നാരങ്ങ കുറച്ച് ദിവസമാകുമ്പോഴേക്കും കേടായി പോകാറുമുണ്ട്. ഇനി കൂടുതൽ അളവിൽ നാരങ്ങ വാങ്ങുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിക്കേ. എത്ര വർഷം കഴിഞ്ഞാലും ഒരു തരി പോലും കേടാവാതെ തന്നെ നമുക്ക് നാരങ്ങ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നാരങ്ങ ഉപ്പിലിട്ടതാണ്. നാരങ്ങ ഉപ്പിലിടുമ്പോൾ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പോയാലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരുപാട് വർഷക്കാലത്തോളം സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നാരങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 15 നാരങ്ങയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നാരങ്ങ നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഇതിന്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷമാണ് നമുക്ക് ഉപ്പിലിടാൻ തുടങ്ങേണ്ടത്. ആദ്യമേ തന്നെ നമുക്ക് നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കാം. ഉപ്പിലിടാനുള്ള നാരങ്ങ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ വേണം എടുക്കാനായിട്ട്. ഇതുപോലെ കുത്തുപാടുകളൊന്നും തന്നെ ഉള്ളതെടുക്കരുത്. ഇതുപോലെ നല്ല കാണാനൊക്കെ ഒരു തരി പോലും പാടലില്ലാത്ത നോക്കി സെലക്ട് ചെയ്ത് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി നമുക്ക് നാരങ്ങ വാട്ടിയെടുക്കാനുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ചെടുക്കണം. ഇതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നാരങ്ങ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അധികം ഒന്നും വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ടും നാരങ്ങയുടെ ആ ഒരു പൊള്ളൽ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത്. നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ വാടി കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ വാട്ടിയെടുത്ത് കഴിഞ്ഞാലും ഇതിനുള്ളിലെ ആ ഒരു വെള്ളമെല്ലാം പെട്ടെന്ന് തന്നെ ഒപ്പിക്കളയണം. ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ വേണം നമുക്കിതൊന്ന് ചെയ്തെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ നാരങ്ങ ഇപ്പോൾ വെള്ളത്തിലിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ നാരങ്ങ വെള്ളത്തിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചേരുവ കൂടെ റെഡിയാക്കണം. ഇനി ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി വിനാഗിരിയിലേക്ക് 1/2 കപ്പ് അളവിൽ കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂണിലും കുറച്ചായിട്ട് ഉലുവപ്പൊടി ചേർക്കണം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു നാരങ്ങ ഉപ്പിലിടുന്നത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയാകും. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ചെടുത്തത് അല്പം കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 100 ഗ്രാം അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നാരങ്ങ ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് നമുക്ക് നാരങ്ങ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പെട്ടെന്നൊക്കെ നമുക്കൊരു അച്ചാറൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയോ ഒന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ തന്നെയും നാരങ്ങ ഇതുപോലെ ഉപ്പിൽ വിളയിച്ച് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ കൂട്ടിപ്പോൾ നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു കൂട്ട് ഒന്ന് ചൂടാറി കിട്ടണം. ആ ഒരു ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ നാരങ്ങയും ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അറ്റം പിളർന്നു പോവാത്ത രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. 4 ഭാഗമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിളർന്നെടുക്കാം. കണ്ടോ, വിട്ടുപോവരുത്. ഈ ഒരു രീതിയിൽ മാത്രം ഒന്ന് 4ആയി ഭാഗിച്ചാൽ മാത്രം മതിയാവും. അങ്ങനെ എല്ലാ നാരങ്ങയും ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങയുടെ ചൂടാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഉപ്പിലിടാനുള്ള കൂട്ടും ഇവിടെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഉപ്പിലിട്ട് വെക്കാനുള്ള ഒരു കുപ്പി എടുക്കുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി നല്ല നീറ്റായിട്ടുള്ളൊരു കുപ്പിയായിരിക്കണം എടുക്കേണ്ടത്. ഇനി കുപ്പിയിലേക്ക് ഒരു നാരങ്ങ എടുക്കാം. ഈ ഒരു നാരങ്ങയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നിറച്ചു കൊടുക്കാം. ഇനി നമുക്കിത്
ഈ ഒരു കുപ്പിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് കൈയെല്ലാം നല്ല ഡ്രൈ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. രണ്ടാമത്തെ നാരങ്ങയും ഇതുപോലെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ എല്ലാം തന്നെയും ഞാനിവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ നല്ലൊരു പാചക രീതിയാണിത്. അങ്ങനെ നമ്മൾ എല്ലാം ഇവിടെ നിറച്ച് കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൂടെ കൊടുക്കാം. ഇനി കുപ്പിയുടെ മേലെയായിട്ട് കുറച്ച് നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കുപ്പിയുടെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. നാരങ്ങയെല്ലാം കുപ്പിയിലേക്ക് ചായച്ച് വെച്ച് കഴിഞ്ഞാൽ അനക്കാതെ തന്നെ നമുക്ക് ഈ കുപ്പി ഒന്ന് മാറ്റിയും കൂടി വെക്കണം. ഒരുപാട് വർഷക്കാലത്തോളം നമുക്ക് ഇതേ രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.